ഞാൻ മാത്യു അറയ്ക്കൽ കളമശ്ശേരിയിൽ നിന്ന് വരുന്നു. സ്കൂളിൽ നിന്ന് വന്നിട്ട് എൻ്റെ കൊച്ചുമോൻ ഭക്ഷണം കഴിക്കാതെ കളിക്കാൻ പോയി. അപ്പോൾ ഭക്ഷണം കഴിക്കാതെ കളിക്കാൻ പോയി എന്നുള്ളൊരു ദേഷ്യത്തിലാണ് ഞാൻ അവനെ വിളിക്കാൻ പോയത്. ചെന്ന് വിളിക്കാൻ പോയി വന്നപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് ശരീരം വല്ലാതെ വിയർത്തു. കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വന്ന് ടി വിയുടെ മുമ്പിൽ ഫാൻ ഇട്ടേച്ചും നിലത്ത് കിടന്നു. അപ്പോൾ നിലത്ത് കിടന്നിട്ടും ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ഭാര്യയെ വിളിച്ച് മാനെ വിളിച്ച് പറഞ്ഞു എങ്ങനെയാണ് പ്രശ്നം. അപ്പോൾ എന്നെ അപ്പം തന്നെ അവൾ മഞ്ഞും ഹോസ്പിറ്റലിൽ കൊണ്ട് സെൻറ്റ് ജോസഫിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു മൈനർ അറ്റാക്കാണ്, പേടിക്കാനില്ല, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു. 1 മാസം മരുന്നൊക്കെ കഴിച്ച്, അപ്പോൾ ഈ ഷുഗറിൻ്റെ മരുന്ന് കഴിക്കണ്ടായിരുന്നു, അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ പറഞ്ഞു പോകുന്നു. പിന്നെ അത് കഴിഞ്ഞൊരു 1.5 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും രാത്രി 1 മണിക്ക് എനിക്ക് നെഞ്ചുവേദന അനുഭവപ്പെട്ടു. അതിനനുഭവപ്പെട്ടപ്പോൾ ഞാൻ ഡൈനിങ് ടേബിളിൽ നിന്ന് വെള്ളം എടുത്ത് കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് നിലത്തേക്ക് വീണ് പോയി. അപ്പോൾ തന്നെ രാത്രി തന്നെ മഞ്ഞുമൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നാളെ ഡിസിയിലേക്ക് കൊണ്ടുപോകാം, ഇവിടെ നടക്കില്ല, ഇപ്പോൾ ഇത്തിരി വലുതാണ്. അപ്പോൾ അവിടെ പോയിട്ടൊരു ഒരാഴ്ച കിടന്നു കഴിഞ്ഞപ്പോഴത്തെ പറഞ്ഞ് എന്നെ ഓപ്പറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 5 ബ്ലോക്കാണ് അവിടെ എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ വന്ന 5 ബ്ലോക്കിൽ. അപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അടുത്ത വെള്ളിയാഴ്ച താങ്കൾക്ക് ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. വ്യാഴാഴ്ച എന്നെ കംപ്ലീറ്റ് ഷേവൊക്കെ ചെയ്ത് നിർത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോൻ കാശടക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു നാളെ കാലത്തല്ലേ ഓപ്പറേഷൻ, നാളെ 11 മണിക്കാണ് ഓപ്പറേഷൻ, അതുകൊണ്ട് നാളെ കാലത്ത് അടച്ചാൽ മതി എന്ന്. അപ്പോൾ 2,85,000 രൂപയാണ് പറഞ്ഞത്. അത് അടക്കാൻ പോയപ്പോഴത്തേക്കും അടക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെ അവിടെ രാത്രി 9 മണിയായപ്പോഴത്തേക്ക് അവർ 8-8:30 മണിക്ക് തന്നെ ഷേവ് ചെയ്തത് കംപ്ലീറ്റ്. ഒരു അരമണിക്കൂറിനുള്ളിൽ മറ്റൊരു ഒന്നിച്ചും പറഞ്ഞ് താങ്കളുടെ ഓപ്പറേഷൻ 1 ആഴ്ചത്തേക്ക് മാറ്റി വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ് നാളെ ചെയ്തില്ലെങ്കിൽ മറ്റന്നാൾ ഞാൻ ഉണ്ടാവില്ല എന്നല്ല പറഞ്ഞത്. അതിനെന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ 5 ബ്ലോക്ക് ഉണ്ടല്ലോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അത് പ്രശ്നം, താങ്കൾ ഹോസ്പിറ്റലിൽ കിടക്കാം. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ പോയിട്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ ഇവിടെ നിന്ന് ഞാൻ പോയിട്ട് 2ാമത് ഇവിടെ നിന്ന് സ്റ്റെൻറ്റ് ഇട്ടതല്ലേ ചെയ്താണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ ഓക്കെ പോയിട്ട് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് വന്ന് അഡ്മിറ്റ് ആവണമെന്ന് ഓക്കെ എന്ന് പറഞ്ഞ് പോന്നു. അറ്റാക്കാണെന്ന് പറഞ്ഞപ്പോൾ കാണാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് വന്നായിരുന്നു. അവൻ്റെ അമ്മാവൻ സൈമൺ എന്ന് പറഞ്ഞ മർച്ചൻ്റ് നേവിയിലാണ് ജോലി. അപ്പം ചേട്ടാ ഇത് ഇങ്ങനെ എൻ്റെ അങ്കിളിൽ നിന്ന് ചെന്നിട്ട് അബ്രഹാം സാറിനെ കണ്ടത്, ECP എന്ന് പറഞ്ഞ പരിപാടിയാണ്, അത് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ചെയ്യാണ് നല്ലതെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞ് ചേട്ടൻ വീട്ടിലേക്ക് വരുമെന്ന് വെച്ച്. അപ്പോൾ ഞാനിവിടെ നിന്ന് അബ്രഹാം സാറിനെ കണ്ടു, നാളെ വരാമെന്നും പറഞ്ഞൊക്കെ പോയത്. ഞാൻ പോണ വഴിക്ക് അവൻ്റെ വീട്ടിൽ കയറിയായിരുന്നു. അപ്പോൾ പറഞ്ഞ് അങ്കിളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്കിളെ വിളിച്ച് സൈമൺ എന്നെ വിളിച്ചിട്ട് തന്നു. അപ്പോൾ ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ അടുത്ത് കടലിൽ കിടക്കുകയാണ് ഞാൻ. അപ്പോൾ അവിടെ നിന്നാണ് ഞാനിപ്പോൾ വിളിക്കണത്. അപ്പോൾ അബ്രഹാം സാറിനെ കണ്ട യാതൊരു കംപ്ലയിൻറ്റും ഇല്ല. ഞാനിപ്പോൾ എന്നോട് 56 ദിവസം റെസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല. ഞാനൊരു 10-20 ദിവസമായപ്പോൾ ഷിപ്പിൽ കയറി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി സുഖമായിട്ടിരിക്കണം. പിറ്റേ ദിവസം കാലത്ത് അബ്രഹാം സാർ ഇവിടെ പറഞ്ഞിട്ടാണ് വന്നത്. മറ്റേ ഡോക്ടർ ഉണ്ടല്ലോ, പുള്ളിയോട് പറഞ്ഞ് നാളെ വരാമെന്ന് പറഞ്ഞു. അബ്രഹാം സാറിനെ കണ്ട് വിവരം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഞാൻ വൈഫും കൂടെ പോയി. അത് ഇപ്പോൾ അത് 3 ദിവസം വന്ന് 3 ദിവസം ഇവിടെ അഡ്മിറ്റായി. അത് കഴിഞ്ഞിട്ട് 35 ദിവസം 36 ദിവസമായിട്ട് വന്ന് 2ാമത് ചെയ്തു. ആ ഒരേ ദിവസം വന്ന് ചെയ്തു പോയി. ഇപ്പോൾ 8.5 കൊല്ലമായിട്ടും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അബ്രഹാം സാറാന്ന് കുറച്ച് മരുന്ന് കുറിച്ച് തന്നു, ഇത് മരിക്കണവരെ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അത് ഷുഗറിൻ്റെ മരുന്നാണ്, ഷുഗറിനും കൊളസ്ട്രോളും ഇതിനൊക്കെയുള്ള മരുന്നാണ്. അത് ആദ്യത്തെ ദിവസം അവൻ ഓഫീസിലേക്ക് പോകുമ്പോൾ കാറിന് കൂടെ ഒന്നാക്കിയായിരുന്നു. അപ്പോൾ പിന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോകുമ്പോൾ പപ്പ വണ്ടി എടുത്ത് പോയാൽ കാറ് വിളിച്ചാൽ മതി, ഓട്ടോറിക്ഷ പോകണ്ടെന്ന് പറഞ്ഞു. എൻ്റെ വണ്ടിയുണ്ട്, എൻ്റെ വണ്ടി സ്കൂട്ടറാണ്, അതിന് ഞാൻ വരും എല്ലാ ദിവസവും. അപ്പോൾ ഇവിടെ പറയില്ല. ആ 36 ദിവസം വന്ന് പോയിട്ട് ഒരു കുഴപ്പമുണ്ടായില്ല. ഡോക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ, പിന്നെ താഴെയിൽ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ പരിചയിച്ചതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വരാനൊരു അവസരം എനിക്കുണ്ടായത്. 8.5 കൊല്ലം ആരെയും ബുദ്ധിമുട്ടിക്കാതെ എപ്പോഴും നടക്കും എൻ്റെ കാര്യങ്ങൾ. 70 വയസ്സായി ഇപ്പം. അതൊക്കെ ഏപ്രിൽ 70 വയസ്സായിരുന്നു. ഈ പ്രായത്തിൽ എനിക്ക് സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നാണ് ഞാൻ പറയാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെ സുഖമായിട്ട് പറ്റിക്കണം.